ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കാളവേല നാബുളുക്കി കാളവേലയുടെ ഒരു തിരക്കാണ് കേട്ടോ ഇവിടെ. അതുകൊണ്ട് മക്കളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും സന്തോഷത്തിലാണ്. അതിൻ്റെ ഇടയിൽ സിദ്ദിഖാക്ക റോട്ടിൽ നിന്ന് വന്നപ്പോൾ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു. ആൾ വീണ്ടും പോയിട്ടുണ്ട്. ഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇവിടെ വെച്ച് മറന്നു പോയതാണ്. എന്തായാലും കാളവേല കാരണം നമ്മുടെ ഈ ഫ്രണ്ടിലുള്ള ഈ ചെറിയ റോഡിന് ചെറുതായിട്ടൊരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഉച്ചക്കുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുത്തത്. ഈ വണ്ടികളൊക്കെ അങ്ങോട്ട് പോകുന്നൊരു തിരക്കാണ്. ഇനിയിപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് വരും, അപ്പോൾ ഇതിലും വലിയ തിരക്കായിരിക്കും. എന്തായാലും കുട്ടികൾ ഇത് ഏതെങ്കിലും ഒരു വണ്ടി പോകുമ്പോൾ പാഞ്ഞു വരും കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അവർക്ക് ഭയങ്കര ഓൽക്കിപ്പോൾ ഇതൊക്കെയല്ലേ ഒരു രസമല്ലേ. നമ്മൾ ഈ പ്രായത്തിൽ തന്നെ ഇതൊക്കെ വന്ന് എത്തിയൊക്കെയുണ്ട്. അപ്പോൾ പിന്നെ ഓലെ കാര്യം പറയണ്ടല്ലോ. അങ്ങനെ ഞാനിതേ വണ്ടി പോകണമെങ്കിൽ നോക്കിയിരിക്കാണ്ട് ലാക്കിൽ 2-3 വണ്ടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് ഒരു 6 മണിയില്ല, ഒരു 5-5:30 ആകുമ്പോൾ റിട്ടേൺ ഇതൊരു കാളയും ലൈറ്റും സെറ്റപ്പും കാര്യങ്ങളും ബോക്സും DJ ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കാണാൻ വേണ്ടി കയറാറുണ്ട്. അങ്ങനെ ഇത് ഓരോന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് ഇന്ന് കാളവേല ആയതുകൊണ്ട് മൊത്തത്തിൽ നല്ലൊരു വൈബാണ് കേട്ടോ. അങ്ങനെ അമ്മയമ്മന്ന് വാരലൊക്കെ കഴിഞ്ഞപ്പോൾ ഇസുവിനെ കാണാൻ പോയി. അങ്ങനെ അർഷാക്ക് വടക്കണോടത്ത് നിന്ന് കുത്തി നീപ്പിച്ച് ഷർട്ടൊക്കെ ഇടിപ്പിച്ച് കൊണ്ടുപോകാൻ കേട്ടോ. എനിക്ക് കാലിനെ കാണാൻ പോകണമെന്ന്. ഒരു വെയിലാണ്, ഈ മക്കൾക്കൊക്കെ ഭ്രാന്താണ് കേട്ടോ. അപ്പോൾ ഇസു പോകണ കണ്ടപ്പോൾ അബിക്കും അജുവിനും പോകണമെന്ന് പറഞ്ഞിട്ട് ഓല് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഇസു പറയുന്നുണ്ട് നിങ്ങൾ പോകുമ്പോൾ എന്നെ കൊണ്ടുവരില്ലോ, പിന്നെ എന്ത് ഞങ്ങൾ എന്നെ കൊണ്ടുപോകുന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. അങ്ങനെ മറ്റൊരു രണ്ടുപേരും സമ്മതം ഒന്നും കിട്ടണതിന് മുന്നേ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കിന് ഷിനു ആമി എവിടെ നിന്നോ പാറി വന്ന് ഓൽക്കും പോകണമെന്ന് പറഞ്ഞു. അവസാനം ഈ ഒരു ബൈക്ക് തികയാതെയായി, കാരണം എല്ലാവർക്കും പോകണം. പിന്നെ അജു അബി നേരത്തെ പോയി വന്നതുകൊണ്ട് ഓലെ ഇറക്കിയിട്ട് ഷിനുവിനി അമ്മിനി കൊണ്ടുപോയിട്ടോ. ഒരാളെ മാത്രം ഇവിടെ നിന്ന് കൊണ്ടുപോകുക എന്നുള്ളത് ഭയങ്കര റിസ്ക്കാണ്. ഈ ചെറിയ പെണ്ണ് കരച്ചിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവസാനം അർഷാക്കുവിന് ഒരു നിക്കക്കള്ളി ഇല്ലാതെ കേട്ടോ. എല്ലാവർക്കും പോണേനും ആരും കൊണ്ടുപോകാനും പറ്റില്ല. ഇസു എന്തായാലും പോട്ടോ. പിന്നെ ആ ഫ്രണ്ട് എന്താ ഇറങ്ങുന്ന പരിപാടിയില്ല. അവസാനം അർഷാക്ക് വണ്ടി പറ്റിട്ടോ. FZ അവിടെ വെച്ചിട്ട് സ്കൂട്ടിയിലാണ് പോയത്. കുറച്ച് കുട്ടികളെ മാത്രമേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ. അടുക്കളയിൽ ഷീനു സയാനും കൂടി ഇല്ലേ ഫ്രഞ്ച് ഫ്രൈസും ടൊമാറ്റോ സോസും ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. കുറേ എൻ്റെ പിന്നാലെ നടന്നിട്ട് അവസാനം ഞാൻ ഷിഫുവിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഷിഫു സയാനും കൂടി ഉരുളക്കിഴങ്ങൊക്കെ നുറുക്കി വേവിച്ച് എന്തൊക്കെ കാട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാനുള്ള മൂടുമില്ല. ഓനാണെന്ന് കുറേ ദിവസമായിട്ടത് വേണം എന്ന് പറയുന്നുണ്ട്. ടൊമാറ്റോ സോസ് സ്കിപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് മാത്രമാണ് ഉണ്ടാക്കിയത്. ലൈക്ക് ഉരുളക്കിഴങ്ങ് പൊരിച്ചത് അതാണ് കേട്ടോ എനിക്ക് അത് തിന്നപ്പോൾ തോന്നിയത്. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ കാളേനെ കാണാൻ വേണ്ടി റോഡിലോട്ട് കയറി. വീടിൻ്റെ ഫ്രണ്ടിൽ റോഡായതുകൊണ്ട് അവിടെ കയറി നിന്നാൽ മതി കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ഓരോന്ന് വരുന്നത് നോക്കി നിൽക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കുറേ കുട്ടികൾ ഡാൻസും പിന്നെ ആകെ കൂടി വേർത്ത് കുളിച്ച് കുറേ കുഴങ്ങി കുറേ ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞു കുട്ടികൾ കരച്ചിലുള്ള കുറേ ഉണ്ടായിരുന്നു. ഹൈസൂനൊക്കെ ഈ സൗണ്ട് കേട്ടിട്ട് പേടിക്കും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഓനുണ്ട് ഇങ്ങനെ അതിന് കുളിച്ചും. പിന്നെ ഞാനല്ല കേട്ടോ, കാക്കാരും താത്താരൊക്കെയാണ് ഓനെടുത്തത്. അങ്ങനെ ഞാൻ തേളാപ്പാൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മേലെ കയറി നിന്നിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയക്കാരുടെ അടുത്ത് ഹൈസും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് പേടിയൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളത്. ഈ ഒരു സമയത്തുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ എവിടെയും കറണ്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് വീടിനകത്ത് ഇരിക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടായിരിക്കും. പിന്നെ ഇതൊക്കെ കാണാൻ വേണ്ടി എന്തായാലും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങും. അപ്പം പിന്നെ വീടിനകത്തിരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അവിടുത്തെ ഇലകളും ചെടികളൊക്കെ പറിക്കുന്നുണ്ട് കേട്ടോ. കാള പോകാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയിൽ എന്താ പറയുക, ഇങ്ങനെ ചെടികളൊക്കെ വെട്ടിക്കളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കറണ്ട് ഇത് പോയി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ വരിക. അതുവരെ അവരത് കട്ട് ചെയ്തിടുന്നത് ഇരിക്കും. അതിൻ്റെ ഇടയിലില്ലേ മറ്റേ ഉറുമ്പുണ്ടല്ലോ, പുളിയുറുമ്പ്. അത് ഈ കാളയുടെ മേലിരിക്കുന്ന ചെക്കൻ്റെ ഷർട്ടിലും തലയിലൊക്കെ ആയിട്ട് ഇപ്പോൾ ചെക്കൻ ആകെ ചൊറിഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ കാര്യം വെച്ചിട്ട് ഒരു ഇടങ്ങേറായി. കാരണം ഒരു പുളിയുറുമ്പ് കടിച്ചാൽ തന്നെ അല്ലേ എന്തോ ഒരു പോലെ ഉണ്ടാവും. എൻ്റെ മേത്ത് ഫുള്ള് പുളിയുറുമ്പാണ്. അവസാനം കുപ്പായ കൂരി ചൊറിഞ്ഞ് പാവം എനിക്ക് സങ്കടമായി എന്നെ കണ്ടപ്പോൾ. എന്തായാലും കാളയുടെ കുട്ടിയുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് എന്നെ ശ്രദ്ധിച്ചത്. അങ്ങനെ അങ്ങനെ പോയി. ഒരു 3 കാള ഉണ്ടായിരുന്നു കേട്ടോ അവിടുന്ന്. അതിൽ 3നെയും കണ്ടു. ഇസു ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പരക്കം പായുണ്ട് കേട്ടോ.
ഈ വരുന്ന കാളയുടെ ബാക്കിൽ നമ്മുടെ ഗൃഹനാഥൻ ഉണ്ട് കേട്ടോ. അർഷാക്ക് ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്തിട്ട് കാളയുടെ പിന്നാലെ പോകാൻ വേണ്ടിയിട്ട്. അത് എല്ലാ കൊല്ലം ഉള്ളതാണ്. ഇതിപ്പം തൂതപ്പൂരാണ് കേട്ടോ. അതിനാണ് ഈ കാളയൊക്കെ പോണത്. ഇന്ന് കാളവേല, നാളെ ആനപ്പൂരമൊക്കെയാണ്. അപ്പോൾ ഭയങ്കര ഇത് ലാസ്റ്റ് പൂരമാണ് കേട്ടോ ഇവിടുത്തെ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ പൂരമില്ല എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. എന്താണ് 2025 അവസാനത്തെ പൂരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഈ ഒരു പൂരത്തിനില്ല എല്ലാ പ്രാവശ്യവും ആരെങ്കിലുമൊക്കെ ഒരാളായിട്ട് മരിക്കും കേട്ടോ. ഇപ്രാവശ്യം തൂതപ്പുഴയിൽ നമ്മുടെ കച്ചവടത്തിന് വന്നൊരു തമിഴ്ത്തിക്കുട്ടിയാണ് മരിച്ചതെന്ന് ഉച്ചയായിട്ടാണ് കേട്ടോ ഞങ്ങൾ അറിഞ്ഞത്. കേട്ടപ്പോൾ എന്തോ പോലെ കേട്ടോ. എന്നാലും എല്ലാ കൊല്ലവും ഇതിങ്ങനെ മുടങ്ങാതെ സംഭവിക്കും കേട്ടോ. അതെല്ലാവരും പറയണത് അത് അങ്ങനെ ഉണ്ടാവും എന്നാണ്. അതിൻ്റെ പിന്നിലെയും മുന്നിലെയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഡീറ്റെയിൽ ആയിട്ട്. അങ്ങനെയൊക്കെ നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ട കാര്യങ്ങളായിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മൂന്നാമത്തെ കാളെ വന്ന് കുറച്ച് നേരം തൊള്ളയും പൊളിച്ചെന്ന് ഞങ്ങൾ അവിടുന്ന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. ഒരു 6:30 ആയിട്ടാണ് കേട്ടോ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോയത്. ഇരുട്ടാവുമ്പോഴാണല്ലോ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ രസം. ഇതിപ്പോൾ വെളിച്ചമായതുകൊണ്ട് വലിയ ഗുമ്മൊന്നുമില്ല. പിന്നെ നേരെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ തൂത വരെ പോകണം കേട്ടോ. അത് കുറച്ച് റിസ്കി ടാസ്ക് ആണ്. ഇനിയിപ്പോൾ നാളെ ആനപ്പൂരൊക്കെയാണ്, വേണമെങ്കിൽ പോകാമെന്നൊക്കെ കരുതുന്നുണ്ട്. അപ്പോൾ അത്രയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ.